ബെസ്റ്റ് ഗോസിപ്പ്. ഓഫ്, ഐ ലവ് ആണുങ്ങള്. എന്റെ അമ്മയെ 34 വർഷം. അല്ല, വയസ്സൊന്നും ഞാൻ കൂട്ടത്തില്ല. 4 വയസ്സ്. നല്ല പോസ്റ്റിലേക്ക് വരണം ശ്വേത, കാരണം ശ്വേതയ്ക്ക് സംസാരിക്കാൻ അറിയാം, നല്ല വൈസ് പ്രസിഡന്റ് ആയി. ഇനി പ്രസിഡന്റ് മാത്രമേ ആവണോ? ബെസ്റ്റ് പാർട്ട്ണർ, ബെസ്റ്റ് ഫാദർ. എനിക്ക് ഒന്നിനും ടെൻഷൻ ഇല്ല. അവർ രണ്ടാളും ഒരു പാർട്ട്ണറാണ്. ഞാൻ ഇങ്ങനെ പാവം മമ്മൂക്ക, ബിക്കോസ് അനശ്വരൻ ഇല്ലെങ്കിൽ ശ്വേതാ മേനൻ എന്ന നടിയല്ല, വ്യക്തി ആരുമല്ല. ഒരാളുടെ കരിയറിൽ 30 വർഷം അല്ലെ 35 വർഷം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വലിയൊരു കാര്യമാണ്, സംഭവ ബഹുലമാണ്. കാരണം ആ ഒരു കരിയർ അത്രയും വർഷം വളർത്തി വലുതാക്കിയൊക്കെ കൊണ്ടുവരാനായിട്ട് ഭയങ്കരമായ എഫേർട്ടുകളിൽ ഉപരി എന്താ പറയുക, ഒത്തിരി സ്ട്രഗ്ലിംഗ് ഒക്കെ നേരിടേണ്ടി വരും. ഏതായാലും ആ സ്ട്രഗ്ലിംഗ് ഒക്കെ അതിജീവിച്ച് എപ്പോഴും ഇങ്ങനെ എന്താ പറയുക, ഒരു ചിരിയോടുകൂടി മാത്രം, അല്ലെങ്കിൽ എപ്പോഴും ഒരു ഫ്രഷ്നെസ്സോടുകൂടി, അല്ലെങ്കിൽ എന്തടേ എന്ന് പറയുന്ന രീതിയിൽ വരുന്ന ഒരാളാണ് എന്നോടൊപ്പം ഉള്ളത്. പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷന്റെ ആവശ്യമില്ല. ശ്വേത കൊതിയായിരിക്കുകയാണ്. ഞാനിതൊന്ന് പറഞ്ഞു തീർത്തിട്ട് വേണം ചിരിക്കാൻ, അല്ലേ? പക്ഷെ ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടില്ല മഞ്ജു. ഇപ്പോഴാണ് ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നത്. പണ്ടൊന്നും സ്ട്രഗിൾ ചെയ്തിട്ടില്ല. എനിക്കെല്ലാം വീട്ടിന്റെ ഡോർ വന്ന് നോക്കിയല്ലോ. ആദ്യത്തെ പടം മമ്മൂട്ടിന്റെ കൂടെ അങ്ങനെയൊക്കെയാണ് വന്നിട്ടുണ്ട്. സോ ഐ കാൻ സേ ഞാൻ സ്ട്രഗിൾ. ഇന്ന് ഭയങ്കര സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ, യുനോ, അങ്ങനത്തെയൊക്കെ കുറേ ഒരു സ്ട്രഗിൾ ഉണ്ട്. അതല്ലാതെ ഫ്രാങ്ക്ലി സ്പീക്കിംഗ്, വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ലൈഫ്. ഒരു ഭാഗ്യം കിട്ടിയ ഒരു കുട്ടി, അല്ലേ? ഓക്കെ. ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് സംസാരത്തിലും ഒക്കെ അച്ഛൻ്റെ കാര്യങ്ങൾ പറയുന്നത് ഒരു അച്ഛൻമോളാണ്. ഈ അച്ഛൻമോൾ പ്രത്യേകിച്ച് നമ്മൾ പറയും മക്കളുണ്ടായാലും പെൺകുട്ടികൾക്ക് അച്ഛനോടും, അല്ലേ, ആൺകുട്ടികൾക്ക് അമ്മയോടും ആയിരിക്കും ഇഷ്ടമാണ്. അപ്പൊ ഈ അച്ഛൻ വഴി തന്നെയാണ് സിനിമയിലെത്തിയെന്ന് കേട്ടിട്ടുണ്ട്. അല്ല, അച്ഛൻ വഴിയൊന്നല്ല വന്നത്. ആക്ച്വലി എൻ്റെ ഒരു ഫാമിലി ഡോക്ടർ വഴി ആണ്. മൂപ്പര് എനിക്ക് തോന്നുന്നു ജോമോനേട്ടനെ അറിയണ്ടായിരുന്നു. എന്തോ അവര് വൈകുന്നേരം കൂട്ടി കാഴ്ച സമയത്ത് ഇങ്ങനെ അയ്യോ ഹീറോയിനൊന്നും ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഇങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കുട്ടിയുണ്ട്, അങ്ങനെയാണ് എനിക്ക് ഓഫർ വന്നത്. ബട്ട് അച്ഛനാണ് എനിക്ക് ആദ്യത്തെ ഒരു ഇൻഡിപെൻഡൻറ്റ് ഡിസിഷൻ ചെയ്യാനുള്ള ഒരു പ്രചോദനം തന്നത്. ദാറ്റ് ശ്വേതേൻ്റെ അല്ലാതെ അമ്മുകുട്ടീൻ്റെ ആദ്യത്തെ തീരുമാനം പ്രൊഫഷൻ ഇതായിട്ട് എടുക്കണോ, അല്ലാതെ നമ്മളിപ്പോൾ പഠിക്കുന്ന ആ രീതിയിൽ നമുക്ക് സ്കൂളിൽ പഠിക്കാനുണ്ടായിരുന്നു. സോ ദിസ് ഈസ് മൈ ഫസ്റ്റ് പ്രൊഫഷണൽ ഡിസിഷൻ, ഇൻഡിപെൻഡൻറ്റ്. അതേതായാലും സക്സസ് ആയി. അത് സക്സസ് ദയവായി. ഓക്കെ. ഈ പഠിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ പഠിക്കുന്ന സമയത്ത് ഭയങ്കര പഠിപ്പിച്ചിട്ടായിരുന്നോ? ഞാനോ? അല്ല. അപ്പൊ അച്ഛൻ്റെ ഒരു ഉൾക്കാഴ്ചയുണ്ട്, ഇവളെന്തായാലും പഠിച്ച് മര്യാദയ്ക്കാവും തോന്നുള്ള. അല്ല, എക്സ്ട്രാ ആക്ടിവിറ്റീസ്. ഞാൻ മെഡിക്കൽ എൻട്രൻസ് എഴുതിയിട്ടുണ്ട്, എഞ്ചിനീയറിംഗ് എൻട്രൻസ് എഴുതിയിട്ടുണ്ട്. അതൊക്കെ ഞാനും ഞാൻ എഴുതിയിട്ടുണ്ട്. ബട്ട് അതിനു മുമ്പേ ഞാൻ മിസ് ഇന്ത്യ ആയി. സിനിമയും മറ്റേ അന്വേഷണമെല്ലാം കഴിഞ്ഞ് മിസ് ഇന്ത്യ എല്ലാം ആയി. അതുകൊണ്ട് അങ്ങനെ പോയി, അങ്ങനെ ആ വഴിക്ക് അങ്ങോട്ട് പോയി, അല്ലേ? അപ്പോൾ ഒരു ഈ പറയുന്ന പോലെ ഇത്ര ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു ഫീൽഡ്, ഈ മിസ് ഇന്ത്യ പോലെയൊക്കെ ആയിട്ട്, പിന്നെ അതുപോലെ തന്നെ ഒരു സ്റ്റാർഡം കിട്ടുന്ന ഒരു ഫീൽഡിലേക്കാണ് വരുന്നത്. അതും ഇത്രയും 10, 35, 34 വർഷം, അല്ലേ? ഉണ്ട്. ഇങ്ങനെ ആലോചിക്കും, എൻ്റെ അമ്മയെ 34 വർഷം. അല്ല, വയസ്സൊന്നും ഞാൻ കൂട്ടത്തില്ല. 4 വയസ്സ്. ഞങ്ങളിപ്പോ വയസ്സൊന്നും കൂട്ടാൻ പോകില്ല, കാരണം കണ്ടാലൊന്നും അങ്ങനെ പറയില്ലല്ലോ. അല്ല, എന്നെ കണ്ടാലും പറയില്ല. അതാണ് അക്കാര്യത്തിൽ ഞങ്ങൾ ജോയിന്റ് ആണ്. അപ്പൊ ഇപ്പോഴും ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഫ്രണ്ട്സ്, അല്ലേ, യാത്രകള്, ഇതൊക്കെ മനസ്സിന്റെ വേറൊരു കോർണറിൽ സൂക്ഷിച്ചു വെച്ചിട്ട് ഇപ്പഴത്തെ പ്രൊഫഷനും കൊണ്ടുനടക്കുന്ന ഒരാളെ പോലെ തോന്നിയിട്ടുണ്ട്. എങ്ങനെയാണ് ആ ഫ്രണ്ട്ഷിപ്പ്? ഒരു സാധനത്തിനും കോംപ്രമൈസ് ചെയ്യാത്ത ആളാണ്. ഫ്രണ്ട്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. എൻ്റെ ഏറ്റവും വലിയ ഫ്രണ്ട് എൻ്റെ ഹസ്ബൻഡാണ്. എനിക്ക് ഒന്നും നോക്കണ്ട, കണ്ണാ ബാ നമുക്ക് എവിടെയെങ്കിലും പോവാൻ കണ്ണാ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും പോവും. അപ്പോൾ അതിൻ്റെ കൂടെ ഇപ്പോൾ വേറെ ഒരു ചെറിയ ചില്ലറ പാർട്ടി, എൻ്റെ ചൈൽഡ് മോള്, അതും ഒരു ബഡിയാണ്. അപ്പോൾ അത്ര സീരിയസ് ആയിട്ട് നമ്മൾ ലൈഫിൽ എടുക്കുമ്പോൾ ആണ് പ്രശ്നങ്ങൾ വരിക. എന്തായാലും പ്രശ്നങ്ങൾ അതിൻ്റേതായ വഴിക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ യുനോ ഒരു പേരൻറ്റിനെ പോവുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഒരു ഹോളോനെസ് ആണ്. അപ്പോൾ അങ്ങനത്തെ ഒരു അത് നടക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് ജീവിക്കാതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. സോ ഐ ജസ്റ്റ് ടേക്ക് തിങ്സ് ഈച്ച് ഡേ ആസ് എ പാർട്ടി ടൈം. അത്രയേ ഉള്ളൂ. അതാണ് ഞങ്ങളുടെ തിയറി ലൈഫിനെ പറ്റി, അത്രയേ ഉള്ളൂ.
നമ്മൾ ലൈഫിനെ സീരിയസ് ആയി എടുക്കുമ്പോഴാണ് പ്രശ്നം വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എല്ലാവരും ഉണ്ടല്ലോ. അതെ, കൂടെ എല്ലാവരും ഉണ്ടെന്നുള്ള ഒരു അല്ലേ ഒരു എല്ലാവരും ഉണ്ടാവണം എന്നാണ് ഒരു ആഗ്രഹം. അതെ, പ്രത്യേകിച്ച് സെലിബ്രിറ്റീസിന്റെ ഒരു വേൾഡിൽ നമ്മൾ എപ്പോഴും അത് എക്സ്പെക്ട് ചെയ്യുന്നില്ല പുറത്തുള്ള ആൾക്കാർ. എങ്ങനെ ഇത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാം ലൈഫിനെ, അല്ലെങ്കിൽ കരിയറിനെ, അല്ലെങ്കിൽ സ്റ്റാർഡം, വരുന്ന ട്രോളുകൾ, അല്ലെങ്കിൽ മറ്റു അത് മേക്കപ്പ് ഇടാതെ. അതെ, ഈ ക്യാമറേന്റെ മുമ്പിൽ വരുമ്പോൾ മാത്രമേ മേക്കപ്പ് ഇടുള്ളൂ, അതല്ലാതെ മേക്കപ്പ് ഇടില്ല. അപ്പോൾ ആ റിയാലിറ്റി ചെക്ക് എല്ലാ ദിവസം ഉണ്ട്. രാവിലെ നീക്കുമ്പോൾ മേക്കപ്പ് ഇല്ല, ഓ അങ്ങനെയാണല്ലേ എന്നൊക്കെ ഉറങ്ങുമ്പോൾ. അപ്പോൾ ആ ഒരു റിയാലിറ്റി ചെക്ക് വെച്ചാൽ ഐ തിങ്ക് യു ആർ സോർട്ടഡ്. എനിക്ക് തോന്നുന്നു അത് ആ പാഠം നമ്മളെല്ലാവർക്കും കിട്ടിയത് കോവിഡ് സമയത്താണ്. കോവിഡ് സമയത്ത് നമ്മൾ ഇത്രയും ദിവസം വർക്ക് ഇല്ലാതെ നാളെ എങ്ങനെയാണ് ഉണ്ടാവുക, നാളെ നമുക്ക് വർക്ക് കിട്ടുമോ, എന്തെങ്കിലും ഉണ്ടാവുമോ എന്നൊക്കെ വിചാരിച്ച ഒരു ഭയങ്കര സ്ട്രഗിൾ. ഒരുപാട് ആൾക്കാർ സൂയിസൈഡ് ചെയ്തു. എല്ലാവർക്കും അത് ഏറ്റെടുക്കാൻ പറ്റിയില്ല. ശരിയാണ്. പക്ഷേ ആ സമയത്ത് കിട്ടിയ ഒരു പാഠം, ഐ ജസ്റ്റ് ടുക്ക് ഇറ്റ് ആസ് എ ലൈഫ് ലോങ് ഒരു പാഠം. സോ ഐ ടേക്ക് ഇറ്റ് ഒരു ദിവസമായിട്ട് തന്നെയാണ് ഞാൻ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം അങ്ങനെയുള്ള സ്ട്രോങ് ഡിസിഷൻസിന്റെ ആളാണ് ഈ ഇരിക്കുന്നത്, ഏതൊരു ചിരിച്ചോണ്ടിരിക്കുന്ന ആള്. പൈസ ഒന്നും ഞാൻ സേവ് ചെയ്യാറില്ലേ? ഇല്ല. അവിട്ടേം കൊടുക്കുക. അല്ല, സത്യം. ഞാൻ വെറുതെ പൈസ സേവ് ചെയ്യാതെ മോളോട് പറഞ്ഞിട്ടുണ്ട്, നിനക്ക് ഞാൻ ഒരു പൈസയും തരാൻ പോലില്ല, നല്ല എഡ്യൂക്കേഷൻ തരും. ഓക്കെ, പഠിച്ചാൽ കൊള്ളാം. ഈ എല്ലാം ഉണ്ടാക്കണ പൈസ ഞാൻ എന്നെ വെട്ടി വിഴുങ്ങും ഇവിടെ തന്നെ. ഞാൻ അവളോട് പറഞ്ഞു, നിനക്ക് എൻ്റെ കൂടെ എവിടെയൊക്കെ ട്രാവൽ ചെയ്യാൻ പറ്റും. 13, അവളിപ്പോൾ ഒരു 6 months കഴിഞ്ഞാൽ 13 ആവും. ചിലപ്പോൾ ഒരു വർഷം കൂടി ഞാൻ എക്സ്റ്റെൻഡ് ചെയ്താൽ അവൾക്ക് ബിസിനസ് ക്ലാസ് ഉണ്ടാവും. അത് കഴിഞ്ഞാൽ അവൾ എക്കോണമിയിൽ, ഞാൻ ബിസിനസ് ക്ലാസ്. ഞാൻ അധ്വാനിച്ച കാശാണ്. അവൾക്ക് അങ്ങനെ ഞാൻ ഫ്രീ ആയിട്ടൊന്നും കൊടുക്കില്ല. ഇനി അവൾ ഏൺ ചെയ്യട്ടെ. ഇതുവരെയ്ക്കും കൊണ്ടുവരാനുള്ള ഒരു ടീൻ ആയി കഴിഞ്ഞാൽ ലെറ്റ് ഹർ ഏൺ ഹർ ഓൺ മണി. അപ്പൊ കുട്ടിയുടെ അച്ഛനായിട്ടുള്ള ഒരാളുണ്ടല്ലോ, പുള്ളിക്കാരൻ ഇതേ സ്വഭാവമാണോ? മൂപ്പര് എവിടേക്കോ അല്ല, ഞാനാണ് സ്ട്രിക്റ്റ്, ശ്രീയാണ് വഷളൻ. ശ്രീ ഈസ് എ ബാഡ് ഡാഡി, ബട്ട് ദ ബെസ്റ്റ്, നമ്മളല്ലേ ബെസ്റ്റ് പാർട്ട്ണർ, ബെസ്റ്റ് ഫാദർ. എനിക്ക് ഒന്നിനും ടെൻഷൻ ഇല്ല. അവർ രണ്ടാളും ഒരു പാർട്ട്ണറാണ്. ഞാൻ ഇങ്ങനെ പാവം. അതിൽ ആ ഒരു ഭാഗ്യം ജീവിതത്തിലുടനീളം കിട്ടട്ടെ ശ്വേതയ്ക്ക്. അതാണ് എപ്പോഴും നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്, എസ്പെഷ്യലി ലേഡീസ് അല്ലേ? അപ്പോൾ നമ്മുടെ കരിയറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു, ഇത്രയും വർഷം വരുമ്പോൾ പ്രത്യേകിച്ച് മലയാളം ഇൻഡസ്ട്രിയിൽ ശ്വേത എന്ന് പറയുമ്പോൾ ഹിന്ദി, തമിഴ്, തെലുങ്ക്, ഇത് എല്ലാ കാര്യങ്ങളും എല്ലാ ഇൻഡസ്ട്രിയിലും ഒക്കെ ഒന്ന് കൈവച്ച് കുറേ സിനിമകൾ ചെയ്തു പോകുന്ന ആളാണ്. അപ്പോൾ നമ്മുടെ മലയാളത്തിലാണിപ്പോൾ നിന്ന് അല്ലേ എല്ലാം സ്ട്രോങ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്ര വർഷം നിന്നപ്പോൾ നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയെ കുറിച്ച് പറയാൻ ശ്വേതയ്ക്ക് എന്തെങ്കിലും കാണും? വേറൊന്നുമല്ല, ഇപ്പം ഈവൻ എൻ്റെ ഫീൽഡിലായാൽ പോലും ഇപ്പം ശ്വേത കുറച്ചു മുമ്പ് എന്നോട് ചോദിച്ചില്ലേ, എങ്ങനെ പിടിച്ചു നിന്നു, ഇത്രയും ആണുങ്ങളുള്ളിടത്ത് എങ്ങനെ സ്ട്രഗിൾ ചെയ്തു? സമ്മതിക്കണം മഞ്ജു, നമ്മൾ സ്ട്രഗിൾ. സി ദ തിങ് ഈസ്, നിങ്ങളുടെ ഫീൽഡ് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ മഞ്ജു, PR ഫീൽഡിൽ എനിക്ക് വേറെ സ്ത്രീകളെ അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറയാം, ജെന്യുവൻലി ഓണസ്റ്റ്ലി ഉണ്ടാവും. എനിക്കറിയാത്തതുകൊണ്ട് ഐ ആം റിയലി പ്രൗഡ് ഓഫ് യു. എനിക്കറിയാം മഞ്ജു, ഞാൻ മഞ്ജുവിനെ ഒരു ജേർണലിസ്റ്റ് എന്ന നിലയിലാണ് കണ്ടത്. സോ ഐ എം സോ ഹാപ്പി. അപ്ഗ്രേഡേഷൻ എന്ന് പറഞ്ഞ സാധനം അത് മഞ്ജു കറക്റ്റ് സമയത്താണ് ചെയ്തത്. നമ്മൾ ജേർണലിസം ഉണ്ടെങ്കിലും പക്ഷെ ഇത് അപ്ഗ്രേഡ് ചെയ്തിട്ട് വേറെ ഒരു വേർഷൻ ഓഫ് വിഷ്വൽ മീഡിയയിലാണ്. അപ്പോൾ ദാറ്റ്സ് എ ഗുഡ് തിങ്. ഐ എം സോ പ്രൗഡ്. അതുകൊണ്ടാണ് ജെന്യുവൻലി. നമ്മളുടെ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് ഇറ്റ്സ് നോട്ട് ഈസി. ബിക്കോസ് നമ്മളെ നമ്മുടെ ഞണ്ട് സ്റ്റോറിയില്ലേ, ആ ഒരു സ്റ്റോറിയാണ് ലൈഫ് ലോങ്ങിൽ എല്ലാ സ്ഥലത്തു നിന്നും പഠിക്കുന്നത്. ബിക്കോസ് ദ മൊമെൻറ്റ് യു സ്റ്റാർട്ട് ക്ലൈമ്പിങ് അപ്പ്, ആൾക്കാർ വലിക്കാൻ റെഡിയാണ് എന്നൊക്കെ. പക്ഷെ നമ്മൾ നമ്മുടേതായ ഒരു വ്യക്തിത്വം വെച്ചാൽ ഉണ്ടാക്കണം. നമ്മൾ ഒരാളെ കോപ്പി ചെയ്യുമ്പോഴാണ് പ്രശ്നമാവുന്നത്. അപ്പോൾ നമ്മൾ കോപ്പി ക്യാറ്റാവും. എനിക്കറിയാം ശ്വേത മേനോന് ചെയ്യുന്ന സാധനം ഒരുപാട് ആൾക്കാർക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒരുപാട് ആൾക്കാർക്ക് ചെയ്യുന്ന സാധനം എനിക്ക് ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ ലാലേട്ടും മമ്മൂട്ടീൻ്റെ പറ്റിയും പറയാറില്ല. ലാലേട്ടിന് ചെയ്യുന്ന സാധനം നമുക്കൊക്കെ ചെയ്യാൻ പറ്റില്ല. അത് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല, തീരെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവർ രണ്ടാളും ഭയങ്കര സ്ട്രോങ് ആയ പേഴ്സണാലിറ്റീസ് ആണ്. സോ ഞാൻ ഈ സീനിയേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്തപ്പോൾ ഞാൻ ഇതാണ് പഠിച്ചത്. നമ്മുടേതായ ഒരു വ്യക്തിത്വം നമ്മൾ ഉണ്ടാക്കിയില്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഈ നമ്മുടെ ഈ ഫീൽഡിൽ പറയാറുണ്ട്, എല്ലാവരും പറയും സിനിമ എന്ന് പറയുന്നതിൽ നമുക്ക് ആരെയും ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ വെളിയിലുള്ള ആൾക്കാരാണ്. സിനിമയിൽ അങ്ങനെ ഫ്രണ്ട്ഷിപ്പ്, എനിക്ക് സിനിമയിൽ ആണുങ്ങളാണ് ഫ്രണ്ട്സ്.
കുറച്ചും എടാ കുശുമ്പെല്ലാം പറഞ്ഞാലും ആണുങ്ങള് കുശുമ്പന്മാരാ? ആണുങ്ങളാണ് ബെസ്റ്റ് ഗോസിപ്പ്. ഓഫ്, ഐ ലവ് ആണുങ്ങള്. അവരുടെ അടുത്ത് എത്ര കുശുമ്പ അവിടെ എത്തൂല. ശ്വേതയുടെ അടുത്ത് വന്നു ശ്വേത ഇങ്ങനെയാണ് ചോദിക്കാ. അപ്പൊ ഡബിൾ അങ്ങോട്ട് കൊടുക്കും അല്ലേ? ദുർഗാഷ്ടമി. ഓക്കെ, അപ്പൊ ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ ആരായിരിക്കും? ഇപ്പൊ ഈ വലിയ വലിയ ആൾക്കാരോട്ട് അഭിനയിച്ചു വന്നു കൂടെ, പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കൊരു സാധനം ആരും ഒരാളോട് ചോദിക്കണമെങ്കിൽ, അതായത് ഒരു കുശുമ്പ് പറയണമെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ഫോൺ എടുത്ത് ഞാൻ പറയും. ആരോടാണേലും, ആരാണെങ്കിലും, മമ്മൂട്ടി മോഹൻലാൽ ആണെങ്കിലും ഞാൻ പറയും. ദാറ്റ് ഈസ് ബിക്കോസ് ഐ ആം ലൈക്ക് ദാറ്റ്. എനിക്ക് നാളെ ഒരു സിനിമ കിട്ടുമോ, നാളെ ഞാൻ ഇൻഡസ്ട്രിയിലുണ്ടോ, അങ്ങനെ ആലോചിച്ചാൽ നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള പേടിയൊന്നുമില്ല. എനിക്ക് ആ പേടി ആദ്യം ഉണ്ടായിരുന്നില്ല. എത്രയോ പ്രാവശ്യം തിരിച്ചു വരവ് ഞാനൊരു 100 തിരിച്ചു വരവ് നടത്തിയ ആളാണ്. ബിക്കോസ് എന്നെ ആൾക്കാർ പുറത്താക്കും, പിന്നെ ഞാൻ എവിടുന്നെങ്കിലും വരട്ടെ ഒന്ന് കയറി വരും, പിന്നെ ഓക്കെ, പിന്നെ നമ്മൾ ഓക്കെ ഉണ്ടാക്കി കാശ് വീണ്ടും എവിടേക്കോ ചെലവാക്കി വീണ്ടും വരട്ടെ. അപ്പോൾ തുറന്നു പറയുന്നതിൽ ഒരു മടിയില്ലാത്ത ആളാണെന്നുള്ളത് മനസ്സിലായല്ലോ. വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ശ്വേത. എനിക്ക് ശ്വേതയോട് ഏറ്റവും കൂടുതൽ അടുപ്പം തോന്നിയത് കളിമണ്ഡൻ സിനിമ ഇറങ്ങുന്ന ഒരു സമയത്താണ്. ആ സമയത്ത് ഞാൻ റിപ്പോർട്ടർ ചാനൽ എന്റർടൈൻമെന്റ് എഡിറ്റർ ആയിരുന്നു. അവിടെ മീറ്റ് ദ എഡിറ്റേഴ്സിനൊക്കെ കൊണ്ടുവന്നു ഗംഭീരമായിട്ട്. അത് കഴിഞ്ഞ് കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടായി, അത് പോട്ടെ, അതൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്തു. പക്ഷെ അല്ലല്ലേ, എന്തിന് അതൊക്കെ ഉണ്ടാവണം, അതൊക്കെ ഉണ്ടായാലും ഞാൻ ഇവിടെ. ആ സമയത്ത് കളിമണ്ണിൽ അഭിനയിക്കുന്ന സമയത്ത് ആക്ച്വലി ശ്വേതയെ ഭയങ്കരമായിട്ട് ശ്വേതയ്ക്ക് എതിർപ്പുകൾ ഉണ്ടായിരുന്നു. ഈവൻ ഫ്രം സ്ത്രീകളുടെ സൈഡിൽ നിന്ന് പോലും. സ്ത്രീകളുടെ സൈഡിൽ നിന്നല്ല, സ്ത്രീകളുടെ അല്ലല്ല, ചില ഒരു 10-12 ആണുങ്ങൾ, അതേ ആണുങ്ങളെല്ലാം ചാനലിൽ പോകണ്ടായിരുന്നു. ഞാൻ വെച്ചു ഇവര് ഈ 12 ആൾക്കാരാണോ ഇത്രയും മലയാളികളെ റെപ്രസെന്റ് ചെയ്യും? സത്യം പറയാണ്, ദാറ്റ് 10-12 പീപ്പിൾ ആർ ദി ഓൺലി വൺ. ഇന്നും നിങ്ങളൊരു ചാനൽ ഒന്ന് തുറന്നു എന്തെങ്കിലും ഒരു എതിർപ്പ് ഉള്ള ഒരു വിഷയം ഉണ്ടെങ്കിൽ അതേ ആൾക്കാരാണ് ഈ ചാനലായിട്ട് പോകുന്നത്. അപ്പൊ ഈ ചാനലുകാരെ പറയണ്ടേ ഇവരെ മാത്രം വിളിക്കുന്നതിനല്ലേ? അവർക്കും വണ്ടി ഓടിക്കണ്ടേ, ആരെങ്കിലും ഇങ്ങനെ പറയാൻ വേണ്ടേ? പിന്നെ അതാണ് പറയട്ടെ. പിന്നെ ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഈ കൊരക്കണ പട്ടിയൊന്നും കടിക്കൂല. അപ്പൊ കൊരക്കട്ടെ, കടിക്കണ പട്ടി കടിക്കും. അപ്പൊ അന്നത്തെ ആ ഇത് ഡെലിവറി ഇതൊക്കെ എടുക്കുന്നതും ഒക്കെ അന്ന വിഷയങ്ങളൊക്കെ ഉണ്ടായല്ലോ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അതിനുശേഷം വർഷങ്ങൾ ഇത്രയും പിന്നിട്ടപ്പോ ഇപ്പൊ നമ്മൾ ഒരു ഇൻസ്റ്റഗ്രാം തുറന്നാലോ അല്ലെങ്കിൽ യൂട്യൂബ് തുറന്നാലോ ഒക്കെ ഓപ്പൺ ആയിട്ട് അപ്പൊ അത് ഒരു അതാ ഞാൻ പറഞ്ഞേ. പണ്ട് എൻ്റെ ചില ആൾക്കാർ പറയേണ്ടത് ശ്വേത മേനോൻ ഭയങ്കര ട്രെൻഡ് സെറ്ററാണ്, 36-5 വർഷം മുന്നോട്ടാണ്. അങ്ങനെ ഒന്നും പ്ലാൻ ചെയ്തിട്ടല്ല. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് ഫാമിലി സപ്പോർട്ട്. ഐ തിങ്ക് സംവേർ ഡൗൺ ദ ലൈൻ ഒരു ഫാമിലി സപ്പോർട്ട് കിട്ടുമ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാനുള്ള ഒരു ഇതുണ്ട്. ഈ പറഞ്ഞ ആൾക്കാർ ഇന്ന് യൂട്യൂബും അവരെ ഇത് വഴി ഒരുപാട് പ്രസവങ്ങളും ഗർഭത്തിൻ്റെ ഓരോരോ ഘട്ടം അവർ ചിത്രീകരിച്ച് അവർ പൈസ ഉണ്ടാക്കുക. യൂട്യൂബ് അന്ന് അവർ പറയണ്ടായിരുന്നു ശ്വേത ഇത് വിറ്റ് കാശുണ്ടാക്കി. അതാണ്. അത് കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് ഒരു പോസ്റ്റ് ഇടുന്നില്ല ഇപ്പോ? എന്തിന്? നിങ്ങൾ അന്ന് എന്നെ കളിയാക്കിയില്ലേ? അന്ന് ഞാൻ ചെയ്തതിന്റെ കാര്യങ്ങൾ ഇപ്പൊ നിങ്ങക്ക് മനസ്സിലായില്ലേ? എന്തിന്? അവര് പ്രസവിക്കട്ടെ. എനിക്ക് ആറ്റിറ്റ്യൂഡാണ് ഭയങ്കര ഇഷ്ടം, കൂളാണ്. ഓക്കെ, ഇത് അത് പോട്ടെ. ആ സംഭവത്തിന് ശേഷം മോൾ ഇതിനെ പറ്റി, മോൾക്ക് ഇപ്പൊ ഒരു 13 വയസ്സായില്ലേ, മോൾ എന്താ പറഞ്ഞേ? ഒന്നും പറഞ്ഞില്ല. അവള് എന്റെ അപ്പനാണ്, അവൾക്ക് ഒരു കുഴപ്പമില്ല. എന്താ അറിയോ, അത് മഞ്ജു, നമ്മളതൊരു വിഷയമാക്കിയാലാണ് വിഷയമാവുന്നത്. ഇപ്പോഴത്തെ ജനറേഷനും ഡിഫറൻസ് അല്ല, ദാറ്റ്സ് ബിക്കോസ് എൻ്റെ മോൾക്ക് നമ്മൾ 3 പേരും ഇരുന്ന് ചർച്ച, അവള് ചെറിയ കുഞ്ഞു തൊട്ടിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഒന്നും അറിയില്ലെങ്കിൽ അവൾ അവിടെ ഇരിക്കും, നമ്മൾ 3 ആൾ ഇരിക്കും. ഞാനും ശ്രീയും ഭയങ്കര കാര്യങ്ങൾ, നമുക്ക് ഇങ്ങനെ ഹോളിഡേ പോകണം, അങ്ങനെ പോകണം, അങ്ങനെ അവൾ അവിടെ ഇരിക്കുന്നുണ്ടാവും. പക്ഷെ മെല്ലെ അവൾ അവളുടേതായ അഭിപ്രായം പറയാൻ തുടങ്ങിയത്, അവളൊരു 3ാമത്തെ ഒരു വ്യക്തിയാണെന്ന് നമ്മൾ അവളെ ചെറിയ കുഞ്ഞു തൊട്ടിട്ട് തന്നെ അവളെ അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അവളുടേതായ ഒരു ഫ്രീഡം ഓഫ് സ്പീച്ച് നമ്മൾ എപ്പോഴും അവൾക്ക് കൊടുക്കാറുണ്ട്. ബട്ട് അതുകൊണ്ട് ഈ സിനിമ വർക്ക് അങ്ങനത്തെ ഒരു കാര്യം നമ്മൾ സംസാരിക്കുക. സത്യം പറയാം, ശ്രീക്ക്
ഞാൻ ഏത് സിനിമയാണ് ചെയ്യണത്, ഞാൻ ഇന്ന് മഞ്ജുവിനെ കാണുന്നത് മാത്രം ബിക്കോസ് മഞ്ജുവിനെ അറിയാം. അപ്പോൾ അങ്ങനെ ശ്രീക്ക് അറിയാം. പക്ഷേ എത്ര ഇൻ്റർവ്യൂ ചെയ്തു, എവിടുന്ന് പോണു, എവിടുന്ന് അതൊന്നും അങ്ങനത്തെ ഒരു ചർച്ച ഇല്ല. എനിക്ക് തോന്നുന്നു അതൊരു ജേർണലിസ്റ്റ് ആയതുകൊണ്ട് ഹി ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഓൾസോ ബിക്കോസ് ഹി റെസ്പെക്ട്സ് മീ. മൂപ്പർ എൻ്റെ കരിയറിനെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, മൂപ്പർ എൻ്റെ പ്രൊഫഷനെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. റെസ്പെക്റ്റ് ആണ്. ലവ് എല്ലാം നമ്മളല്ലേ 5-ാമത്തെ മാസം 6-ാമത്തെ മാസം വരെ ഉണ്ടായാൽ ഭാഗ്യം. അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റെസ്പെക്റ്റ് ആൻഡ് യുനോ നിങ്ങളെല്ലാവരും വായിക്കുന്ന ആൾക്കാരാണ്. ജേർണലിസ്റ്റ് മീൻസ് വായിക്കണം. അപ്പോൾ വായനയുള്ള ആൾക്കാരും മണ്ടത്തരം ചെയ്യില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനെ അപ്പോൾ അതേപടിയാണ് എൻ്റെ മോളും. സോ ഐ ഹാവ് നോ സിനിമ എന്ന ഒരു കോൺവെർസേഷൻ അല്ല. ഈ ലൈഫിൽ ഈ 34 വർഷം എടുക്കുമ്പോൾ ഒരു തിരിച്ചുപോക്കെന്ന് ഞാൻ പറയുന്നില്ല, നമ്മൾ കയ്യിൽ എണ്ണുന്ന കുറേ സിനിമകൾ ഉണ്ടാവും. അത് ഏതൊക്കെയായിരിക്കും? മീൻസ് മനസ്സിലേക്ക് എന്തായാലും എപ്പോൾ ഏത് വർഷമാണെങ്കിലും അനശ്വരം ഇസ് മൈ ഫസ്റ്റ്. മമ്മൂക്ക ബിക്കോസ് അനശ്വരം ഇല്ലെങ്കിൽ ശ്വേതാ മേനൻ എന്ന നടിയല്ല, വ്യക്തി ആരുമല്ല. അത് കഴിഞ്ഞിട്ട് ഏത് പടം ഉണ്ടെങ്കിലും എന്ത് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ വെരി ബോധത്തോടെ ചെയ്ത തെറ്റുകളാണ് ഞാൻ പറയുന്നത്. ബോധമുണ്ട് ബിക്കോസ് എനിക്ക് ബുദ്ധി ഇല്ലാന്ന് പറയാൻ പറ്റില്ല. ബുദ്ധി ഉണ്ടായിട്ട് ഞാൻ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതെല്ലാം ഞാൻ അംഗീകരിക്കുന്ന ആളാണ്. ഓക്കെ. പിന്നെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നമ്മുടെ ഇപ്പോൾ ജങ്കാർ റിലീസ് ചെയ്യണം. അതിലും ഒരു ഈ പറയുന്ന പോലെ ഒരു ബോൾഡ് ക്യാരക്ടറാണ് അല്ലേ? അപ്പോൾ നേരത്തെ കുറേ സിനിമകളിലും ഇതുപോലുള്ള ക്യാരക്ടേഴ്സ് ബോൾഡിൽ ഒരുപാട് വ്യക്തിത്വം. നമ്മള് സത്യം പറഞ്ഞാൽ നമ്മുടെ അമ്മമാരെ നോക്കിയാൽ ഇപ്പം നമ്മുടെ അമ്മമ്മ അല്ലാതെ വല്യമ്മ ചെറിയമ്മ എല്ലാവരും അന്നത്തെ സ്ത്രീകൾ ഓരോരോ ആൾക്കാർ ഒരു ക്യാരക്ടേഴ്സ് ആയിരുന്നു. 4 സിസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ 4 ക്യാരക്ടേഴ്സാണ്. ഇന്നാണ് ഒരു ക്യാരക്ടർലെസ് ആവുന്നത്. നമ്മൾ ഒരാൾക്കൊരു ക്യാരക്ടർ ഇല്ല. ദിസ് നോ പേഴ്സണാലിറ്റീസ്. എന്തുകൊണ്ടായിരിക്കും? എല്ലാവരും കോപ്പി ക്യാറ്റ്, എല്ലാവരും ബോട്ടോക്സും ഫില്ലേഴ്സും ആയിട്ടാണ് നടക്കുന്നത്. ഇതെന്താ അങ്ങനെ? എനിക്കറിയില്ല. ബോഡി ഷേമിങ് അങ്ങനെയൊക്കെ എല്ലാം. ഞാൻ പറയണത് ഞാൻ ഇന്ന് ചില സമയത്ത് തടിക്കും, ചില സമയത്ത് മെലിയും. അതാണ് ലൈഫ്. ചില സമയത്ത് സന്തോഷം, ചില സമയത്ത് സങ്കടം എന്ന് അങ്ങനെയല്ല ഉണ്ടാവേണ്ടത്. ഭയങ്കര ഇമോഷണൽ ആണ് അല്ലേ? സെന്റിമെന്റൽ, ഇമോഷണൽ എന്ന ആള് അങ്ങൊന്നും വിട്ടുകൊടുക്കത്തൊന്നുമില്ല. അതൊന്നുമില്ല. അമ്മയുടെയൊക്കെ പ്രോഗ്രാമുകളിലൊക്കെ വളരെ ആക്റ്റീവായിട്ട് കണ്ടില്ലല്ലോ. ഈ പ്രാവശ്യം വരാത്തത് ജങ്കാറിന്റെ പ്രൊമോഷൻ ദുബായിലുണ്ടായിരുന്നു. യൂഷ്വലി ജൂൺ അവസാനത്തെ സൺഡേ ആണ് മീറ്റിംഗ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് ഈ പ്രീവിയസ് സൺഡേ കൊടുത്തത്. പിന്നെയല്ലേ ഈ ഡേറ്റ് മാറ്റണ്ടായത്. അല്ല ഇപ്പോഴേ ഈ സ്ത്രീകൾക്ക് കുറേയധികം ഹേമ കമ്മിറ്റി ഇതൊക്കെ വന്നതിന് ശേഷം കുറേയധികം പ്രോമിനൻസ്, ഇമ്പോർട്ടൻസ് ഒക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി അമ്മ ഓർഗനൈസേഷൻ്റെ തെരഞ്ഞെടുപ്പും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഹേമ കമ്മിറ്റി കാൻ ഡു എനിത്തിങ്. നമ്മൾ തന്നെ നമ്മുടെ കമ്മിറ്റി ഉണ്ടാക്കണം. അതെ, നിങ്ങളുടെ കമ്മിറ്റി ഞാൻ എൻ്റെ കമ്മിറ്റി, മഞ്ജുവിന്റെ അല്ല, അങ്ങനെ കമ്മിറ്റി ഉണ്ടാക്കുമ്പോൾ ഒരു കുറച്ചുകൂടെ നല്ല പോസ്റ്റിലേക്ക് വരണം ശ്വേത. കാരണം ശ്വേതയ്ക്ക് സംസാരിക്കാൻ അറിയാം, നല്ല പ്രസിഡന്റ് മാത്രമേ ആവണോ? ലാലേട്ടൻ കേൾക്കുന്നുണ്ടോ? നമുക്ക് 2 പേർക്കും പ്രസിഡന്റ് ആയാലോ? 2 പ്രസിഡന്റ് അല്ലേ? ഒരാൾ പ്രസി, ഒരാൾ ഡെന്റ്. എന്തായാലും നിങ്ങൾ എല്ലാവരും യോജിച്ചു പോകുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അല്ല, ഓബ്വിയസ്ലി ബിക്കോസ് ഐ എം വെരി പ്രൗഡ് ഓഫ് ലാലേട്ടൻ, മമ്മൂക്ക ആൻഡ് ഓൾ. ബിക്കോസ് അവരോട് ഞാൻ പഠിച്ചെന്താ, അവർ ഇവിടെ ഇരുന്നാലും അവിടെ ആ മുമ്പിലിരുന്നാലും 100% അവരുടെ ഡെഡിക്കേഷൻ ഉണ്ട് നമ്മളുടെ ഷോസിന്. യുനോ, അപ്പോൾ അവരെ സത്യം പറഞ്ഞാൽ ഐ ഫീൽ ബാഡ് ബിക്കോസ് എന്ത് നടന്നാലും അമ്മയിൽ മൂപ്പരാണ് എപ്പോഴും എന്താ പറയുക ചീത്ത കേൾക്കുന്നതും തെറി കേൾക്കുന്നതും എല്ലാം. അത് ഇറ്റ്സ് എ റിയലി സാഡ് തിങ്. ജനറൽ സെക്രട്ടറിക്കും പ്രസിഡന്റും ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അല്ല, പക്ഷെ വൈസ് പ്രസിഡന്റ് ഉണ്ടായിരുന്നില്ല. ഏതായാലും ഇങ്ങനെയുള്ള വിശേഷങ്ങൾക്കിടയിലാണ് ജൂലൈ 4 ജങ്കാർ സിനിമ നമ്മളുടെ മനോജ് ടി യാദവിന്റെ ആദ്യത്തെ വലിയ പടമാണെങ്കിലും മൂപ്പര് ഭയങ്കര സസ്പെൻസ് ത്രില്ലറാണ് ക്രിയേറ്റ് ചെയ്തത്. അതിന്റെ ട്രെയിലറിൽ ഒരാളെ മർദ്ദിക്കുന്ന ഒരു സംഭവമൊക്കെ കണ്ടു. മർദ്ദിക്കണ്ടോ? ഉണ്ട്, ഞാൻ കണ്ടല്ലോ ഒരു സ്റ്റില്ലില്. താങ്ക് ഗോഡ് ഹേമ കമ്മീഷനേ ഉള്ളൂ.
അല്ല ശരിക്കും ലൈഫിൽ ആർക്കിട്ടെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ഇല്ല. അതിനുള്ള സന്ദർഭമൊന്നും ഉണ്ടായിട്ടില്ല. അല്ല, കൊടുക്കാനുള്ള സമയത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ കൊടുത്തിട്ടുണ്ട്, റിവീൽ ചെയ്യില്ലാന്നേ ഉള്ളൂ. സിനിമയിൽ കൊടുത്തിട്ടുണ്ട്. ആ ഓക്കെ. റിയൽ ലൈഫിലില്ല. When I was 17 years old. ഓക്കെ. അപ്പോൾ ജങ്കാറിന്റെ റിലീസ് ചില ആൾക്കാർക്ക് അറിയാതെ. ആണോ? അപ്പൊ അത് എന്തൊരു സംഭവമാണോ? തപ്പിപ്പിടിക്കേണ്ടി വരുമല്ലോ. ആരൊക്കെയോ ചിരിക്കുന്നുണ്ട്. റിവീൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് റിവീൽ ചെയ്യുന്നില്ല അല്ലേ? മോശമല്ലേ? ഇത്രയും വർഷമൊക്കെ ആയതല്ലേ. പിന്നെ പണ്ടത്തെ പാവം, അതൊക്കെ കഴിഞ്ഞ സ്റ്റോറിയാ. ഇനി പുതിയത് വരട്ടെ. അതെ. പിന്നെ ഞാൻ വേറൊരു കാര്യം ആലോചിച്ചായിരുന്നു. നമ്മൾ ഈ രതി നിർവേദം ചെയ്തല്ലോ, അതിപ്പോഴാണ് ചെയ്യുന്നതെങ്കിൽ ഈ അപ്പുവിന്റെ ക്യാരക്ടർ ആരായിരിക്കും? അപ്പു അല്ല, പപ്പു. അല്ല, പപ്പു, സോറി. അത് പാവം അപ്പു ആവും. പപ്പുവിന്റെ ക്യാരക്ടർ ആരാ ചെയ്യിക്കുക? ബേസിൽ ജോസഫ്, ടോവിനോ, ഇങ്ങനെ ആൾക്കാരൊക്കെ ഉണ്ട്. ആരായിരിക്കും? ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്. അല്ല, സ്വന്തമായിട്ട് മനസ്സിലൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ, ഇന്ന ആള് ചെയ്തിരുന്നെങ്കിൽ. ഓരോരു രതി നിർവേദമായാലോ, ഒന്ന് അത് പറ്റില്ല. ഒന്ന് ടോവിനോന്റെ കൂടെ. പിന്നെ അല്ല, ടോവിയൊക്കെ ആകുമ്പോഴത്തേക്ക് മായാനദി ഇതിലൊക്കെ കണ്ടിട്ടില്ലേ? എന്ത് രസാണ്. മകനെ, അത് മായാനദിയല്ലേ, ഇത് പുഴ അല്ല, എന്ത് കടല്. അപ്പൊ ആരെയാ? ബാഡ് ഗേൾ മഞ്ജു. അല്ല, ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, ഇപ്പോഴത്തെ സിനിമയില് ഇപ്പോഴുള്ള ആൾക്കാര് ആ ഒരു ഇത് വരുമ്പോ നമുക്കൊരു I would love to romance them, എല്ലാരും. അല്ല, ബേസിൽ മതി എന്ന് പറയുമ്പോ ടോവിനോക്ക് വിഷമം വരും. ടോവിനോ മതി എന്ന് പറയുമ്പോ ബേസിൽ രതി നിർവേദം. ടോവി ഉറപ്പായിട്ട് രതി നിർവേദം. ആരെയും വെറുതെ ഇവിടെ ഉദ്ദേശിച്ചിട്ടില്ല. എന്തിനു വിടണം? എല്ലാം അവര് മാത്രം ചെയ്തിട്ട് കാര്യമുണ്ടോ? നമ്മളും കുറച്ച് ആഘോഷിക്കണ്ടേ? അപ്പൊ ആഘോഷങ്ങളുടെ ഒരാളാണ്. വളരെ കുറച്ച് സമയം എനിക്ക് കിട്ടിയുള്ളൂ, എന്നാലും അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു സമയം ഉണ്ടാക്കി ശ്വേതയുടെ അടുത്ത് വന്നത്. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ എല്ലാവരും ഇന്റർവ്യൂസിന് ചോദിക്കുന്ന പോലെ ഇങ്ങനെ ചുരണ്ടി ചോദിക്കാൻ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അതിന്റെ ടൈം കഴിഞ്ഞു. മഞ്ജു ഇപ്പൊ ചുരണ്ടാറില്ല. ആ പരിപാടിയൊക്കെ വിട്ട് എൻജോയ് ചെയ്യാണ് ഞാൻ. ലൈഫ് ഈസ് ഫോർ എൻജോയ്. നല്ല നല്ല കാര്യങ്ങൾ വരട്ടെ, നല്ല നല്ല എല്ലാ കാര്യങ്ങളും മൊമെന്റ്സ് ആവട്ടെ. സിനിമ വളരട്ടെ. സിനിമ തിയേറ്റേഴ്സിൽ പോയി കാണുക. ജൂലൈ 4-ാം തീയതി ജങ്കാർ സിനിമ തിയേറ്ററിൽ പോയിട്ട് കാണുക. അതിന്റെ ആ ഒരു ഫീല്. നമ്മുടെ മറ്റ് ആർട്ടിസ്റ്റുകളുടെ കാര്യം കൂടെ പറഞ്ഞേ. അല്ല, അതെന്തിന് ഞാൻ പെണ്ണ് തനിച്ചല്ലേ, എനിക്ക് കുശുമ്പെടുക്കാൻ പറ്റില്ല. ജങ്കാറിന്റെ PR ആണ്. അതെ, പറയൂ, നിങ്ങൾ പറയൂ. അതെ, ശബരീഷുണ്ട്, അതുപോലെ അപ്പാനിശ്വരത്തുണ്ട്, രേണു സൗന്ദര്യ. രേണുവിനെ ഞാൻ 19-ാം നൂറ്റാണ്ട് അതൊക്കെ ഞാൻ വർക്ക് ചെയ്ത പടങ്ങളാണ്. രേണുവിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള. നല്ല BTS മാത്രം തന്നെ ഒരു സിനിമയാണ് നമ്മുടെ സിനിമ. ബിക്കോസ് നമ്മുടെ സിനിമ എത്രയോ ഏത് സസ്പെൻസ് ത്രില്ലർ ഫ്രണ്ട് ഓഫ് ക്യാമറ ആണെങ്കിൽ BTS ഫുൾ കോമഡി ആയിരുന്നു. അതെങ്ങനെ കോമഡി ആകാതിരിക്കും? ഞാൻ കഴിഞ്ഞ ഇന്റർവ്യൂസിലൊക്കെ കണ്ട ശബരീഷിനെയൊക്കെ ഇങ്ങനെ കുത്തിമറിഞ്ഞ് ചിരിച്ച് ചേച്ചിയുടെ അടുത്ത് എന്ന് പറഞ്ഞോളെ ചേച്ചി എന്ന് പറഞ്ഞോണ്ട് എല്ലാരും, അപ്പാനിയാണെങ്കിലും ഒക്കെ. അതെ, ഇവര് ഭയങ്കര രസമായിരുന്നു ലൊക്കേഷനിൽ. അപ്പൊ ഒന്ന് ആഴ്ചക്ക് നമ്മുടെ ഡയറക്ടറിന്റെ അത് തുരുത്തില് അകപ്പെട്ടു പോകുന്ന ആൾക്കാരുടെ ഒരു കഥയാണ്. കഥ മുഴുവൻ നമ്മൾ പറയുന്നില്ല. ആ തുരുത്തിലെ വില്ലത്തെയാണ് കേട്ടോ. അല്ല, വില്ലത്തെയാണെന്നല്ല, പിന്നെ ആ സീനൊക്കെ കാണുമ്പോൾ ഒരു വില്ലത്തി ലുക്കൊക്കെ വരും. എന്തെങ്കിലും ആട്ടെ, മല്ലി ഒരു ബോൾഡ് ക്യാരക്ടറാണെന്ന് നമുക്ക് മനസ്സിലാവും. ഇനി എന്താണ് ശ്വേത, ഇപ്പൊ 34 വർഷമൊക്കെ ആയില്ലേ, ഇനിയിപ്പൊ ഏത് ക്യാരക്ടർ? ഇപ്പൊ എല്ലാരോടും ചോദിക്കുന്ന ഒരു ക്ലീഷേ ക്വസ്റ്റൻ ആയിട്ട് തോന്നണ്ട, എനിക്ക് അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ നമുക്ക് ആഗ്രഹം. ഇനി മഞ്ജു എന്നാലും ഒരു ക്യാരക്ടർ പറഞ്ഞു. എനിക്ക് ഏറ്റവും വീണ്ടും നല്ല ക്യാരക്ടർ, നല്ല സിനിമ ചെയ്യണം എന്ന് വീണ്ടും വന്ന ആ ഒരു ഇത് വന്നത് കാതൽ സിനിമ മമ്മൂക്കേൻ്റെ കണ്ടപ്പോൾ. ബിക്കോസ് ഐ സെഡ്, ഓ മൈ ഗോഡ്, ആസ് എൻ ആർട്ടിസ്റ്റ് മമ്മൂക്കേൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് മമ്മൂക്ക എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്ന് ചോദിച്ചാൽ മൂപ്പര് തന്നെ പറയും കുറേ ഉണ്ട്. അതെ അതെ. ബിക്കോസ് ഇതൊക്കെ തുടക്കമാണ് ഓരോരോ സിനിമ. പക്ഷെ കാതൽ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഓഫ്, ഇതാണ് സിനിമ. മമ്മൂക്ക വിളിച്ചോ? അല്ല, എന്തിനു വിളിക്കണം, മൂപ്പര് എല്ലാം ലോകം മുഴുവൻ വിളിക്കല്ലേ അതിൽ. ബട്ട് ഐ എം ജസ്റ്റ് സേയിങ് ദാറ്റ് വാട്ട് ഒരു നമുക്ക് ലിബറേഷൻ കിട്ടിയിട്ടുണ്ട് അതിൽ. ഐ ജസ്റ്റ് ഫീൽ നമ്മൾ നടന്മാർക്ക് ഇനി നല്ല സ്ക്രിപ്റ്റ്സ് നോക്കിയിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു പ്രചോദനം കിട്ടി എനിക്ക് ആ സിനിമ കണ്ടപ്പോൾ. ഓക്കെ, അത് മാത്രമല്ല അതിൽ മമ്മൂക്കയുടെ ക്യാരക്ടർ വൈഫിന് കൊടുക്കുന്ന ഫ്രീഡം
അല്ലേ? അതൊക്കെ ആക്ച്വലി ചിന്തിക്കാൻ പോലും ഒരു സാധാരണക്കാരനായ ആൾക്ക് പറ്റുന്ന ഒരു ലെവൽ ഓഫ് ഇതല്ല. അപ്പോൾ ഐ എം വെയിറ്റിംഗ് ഫോർ ഗുഡ് സ്ക്രിപ്റ്റ്സ്, യുനോ, നോട്ട് അമ്മുമ്മ ആൻഡ് അമ്മുച്ചി മച്ചി കുച്ചി. പിന്നെ എന്താ വേണ്ടേ? ഇല്ല, നല്ല 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 അതിനിർവാദം വീണ്ടും അതിലെത്തി. എന്താണല്ലോ ഈ കൊച്ചിനെ കൊണ്ട് തോറ്റു. ചിലപ്പോൾ നല്ല നല്ല ഇതുമായിട്ട് വീണ്ടും കാണാം നമുക്ക്. ഓൾ ദി വെരി ബെസ്റ്റ്. Thank you. വെരി ബെസ്റ്റ് ഫോർ ജങ്ക. ലവ് യു സോ മച്ച്.